ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. വെളിയം ചെറുകരക്കോണം സ്വദേശി സന്ദീപിനെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PM വിനോദ് ശിക്ഷിച്ചത്. 2023 മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമല്ലെന്ന് കണ്ടെത്തിയതിനാലാണ് ജീവപര്യന്തം. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് വെളിയം ചെറുകരക്കോണം സ്വദേശി സന്ദീപിന് ജീവപര്യന്തം ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് ശിക്ഷ വിധിച്ചത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് സർക്കാർ ആശുപത്രിയിൽ ജോലിക്കിടെ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ജീവപര്യന്തവും വധശ്രമത്തിന് 307-ാം വകുപ്പ് അനുസരിച്ച് 10 വർഷവും 326-ാം വകുപ്പ് അനുസരിച്ച് 10 വർഷവും ശിക്ഷ അനുഭവിക്കണം. ആശുപത്രിയിൽ അതിക്രമം കാട്ടിയതിന് 5 വർഷം ശിക്ഷ ലഭിക്കും. IPC 323, 324, 332, 333 വകുപ്പുകൾ ഉൾപ്പെടെ 30 വർഷം ശിക്ഷ അനുഭവിച്ച ശേഷം മാത്രമേ ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കൂ എന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമല്ലെന്ന് കണ്ടെത്തിയതിനാലാണ് ജീവപര്യന്തം. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു. നിയമത്തിന് കൊടുക്കാൻ കഴിയുന്ന വിധി ഇതായിരിക്കുമെന്ന വന്ദനയുടെ അമ്മ വസന്തകുമാരി പറഞ്ഞു. പ്രോസിക്യൂട്ടറുമായി ആലോചിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. വധശിക്ഷ നൽകണം. അതിനേക്കാളുപരി മകൾ അനുഭവിച്ച വേദന പ്രതിയും അറിയണമെന്നും വസന്തകുമാരി പറഞ്ഞു. 2023 മെയ് 10-ന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ചികിത്സയ്ക്കായി പൂയപ്പള്ളി പോലീസ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച സ്കൂൾ അധ്യാപകനായിരുന്ന സന്ദീപ് അക്രമാസക്തനായി ആശുപത്രിയിലെ സർജിക്കൽ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സന്ദീപിന്റെ ആക്രമണത്തിൽ ഹോംഗാർഡ് Y അലക്സുകുട്ടി, പോലീസ് ഓഫീസർ മണിലാൽ, ആംബുലൻസ് ഡ്രൈവർ രാജേഷ്, അയൽവാസികളായ രാജേന്ദ്രൻ പിള്ള, ബിനു എന്നിവർക്കും പരിക്കേറ്റിരുന്നു. കഴിഞ്ഞയാഴ്ച പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദം പൂർത്തിയായിരുന്നു. ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസെന്ന നിലയിൽ ഏറെ പൊതുജന ശ്രദ്ധയാകർഷിച്ച കേസായിരുന്നു ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരെ സാക്ഷികളായി വിസ്തരിച്ചു. അക്രമം നടക്കുമ്പോൾ ഡോക്ടർ വന്ദനാദാസിനോടൊപ്പം കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷിബിനായിരുന്നു 1-ാം സാക്ഷി. 70-ലേറെ സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. 207 രേഖകൾ ഹാജരാക്കി. വിചാരണയ്ക്കിടെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഗ്രന്ഥങ്ങൾ ഹാജരാക്കിയ കേസുമാണിത്. വൈദ്യശാസ്ത്ര രംഗത്തെ വിവിധ മേഖലകളിലെ 35 ഡോക്ടർമാരെയാണ് കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. കൂടാതെ കൃത്യത്തിന് തൊട്ടുമുമ്പ് പ്രതി സ്വന്തം മൊബൈൽ ക്യാമറയിൽ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ തെളിവായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രതാപ് ജി പടിക്കലായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, മഹേശ്വർ, ഹരീഷ് കാട്ടൂർ, നീരജ ഷാജി എന്നിവരും പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി. റൂറൽ SP ML സുനിലിന്റെ മേൽനോട്ടത്തിൽ DYSP MM ജോസാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.